ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു റേസ് എ ഗൺ. അപ്പൊ മോഡൽ എക്സാമിന്റെ ടൈം ടേബിൾ അതാണ് കുട്ടികൾ ഇപ്പൊ കാത്തിരിക്കുന്നത്. അതെ, നമ്മളെ എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും വിലപ്പെട്ടതാണെന്നൊക്കെ നമ്മൾ നിരന്തരം പറഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ളത് മോഡൽ എക്സാം. ജനുവരി 15, 16 ശേഷമാണ് നമ്മൾ മോഡൽ എക്സാമിന്റെ ടൈം ടേബിൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജനുവരി 22 എന്താണ് പ്രാക്ടിക്കൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ 22-ാം തീയതിക്ക് ശേഷം എന്തായാലും നിങ്ങൾ തിരക്കിലായിരിക്കും. കാരണം ലാബ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാനുള്ള അതായത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി സമയമില്ല, ഇനി നിൽക്കാനുള്ള സമയമില്ല എന്നുള്ളതാണ്. ഇനി എല്ലാ ദിവസവും നിങ്ങൾ ബിസിയാണ് അല്ലേ? റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യുക, അതേപോലെ പ്രൊസീജിയേഴ്സ് പഠിക്കുക. അത് മാത്രമല്ല ആ ലാബിൽ സ്പെൻഡ് ചെയ്യുന്ന ദിവസങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെടും. മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെയുണ്ട്. എല്ലാ ലാബുകളും ചെയ്തു വരുമ്പോഴത്തേക്ക് കുറെ ദിവസം അതിനേക്കാൾ ഉപരി ഇവരുടെ മൈൻഡ് ടെൻസ്ഡ് ആയിരിക്കും. ഇവർക്ക് എപ്പോഴും ഈ പ്രാക്ടിക്കൽ എക്സാമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു 22-ാം തീയതി തുടങ്ങുന്ന ഒരു ലാബ് എക്സാം ഫെബ്രുവരി 10 ആയിരിക്കും അവസാനിക്കാൻ ഒരു സാധ്യത. ഒരുപാട് ബാച്ചുകളുണ്ട് സ്കൂളുകളിൽ. അപ്പോ ആ ഒരു 10-ാം തീയതി നിങ്ങളുടെ പ്രാക്ടിക്കൽ അവസാനിച്ച ശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി 15-നാണ് എന്ത് സ്റ്റാർട്ട് ചെയ്തത്? മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്തത്. അതായത് സുഖമായിട്ട് ഉറങ്ങാനുള്ള സമയം പോലും ഇല്ലാതെ തൊട്ടടുത്ത ദിവസം തന്നെ മോഡൽ എക്സാമിലേക്ക് നമ്മൾ കടക്കുമെന്ന് മനസ്സിലാക്കാം. ഈ ഒരു ടൈം ടേബിൾ നോക്കുക. കഴിഞ്ഞ വർഷത്തെ ടൈം ടേബിൾ ആണ്. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഇത്തവണയും ഇതേ ടൈം ടേബിൾ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതേപോലെ ഗ്യാപ്പ് ഇല്ലാത്ത ഒരേ ദിവസം തന്നെ ഒന്നിലധികം പരീക്ഷകൾ നടക്കുന്ന ഒരു എക്സാം ആണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇന്ന് തൊട്ട് നിങ്ങൾ ഓരോ ചാപ്റ്റർ വീതമെങ്കിലും കവർ ചെയ്ത് തുടങ്ങുക അല്ലെ? അതെ, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ടൈം ടേബിൾ ഇവിടെ ഉണ്ട്. ഇത് തന്നെയാണ്, നിങ്ങൾ ഉറപ്പിച്ചോ, ഇത് തന്നെയാണെന്ന് നിങ്ങൾ ഉറപ്പിക്കുക, എന്നിട്ട് പഠിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇനി എന്ത് വന്നാലും ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ കഴിഞ്ഞ വർഷം നോക്കുക 15-ാം തീയതി, അതായത് ഫെബ്രുവരി 15-ാം തീയതി ഫോർനൂണില് ഫിസിക്സിന്റെ എക്സാം ആണ് ആദ്യം നടന്നത്. അതേ ദിവസം ഉച്ചയ്ക്ക് ശേഷം കമ്പ്യൂട്ടർ സയൻസ്. മക്കൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു സാധനമാണ്. ഒരു ദിവസം 2 എക്സാം എഴുതുന്നതിനെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. മോഡൽ എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അത് ഓൾമോസ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ മോഡൽ എക്സാമിന്റെ പ്രത്യേകത ഇതുവരെയുള്ള കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും മോഡൽ എക്സാമിന് ചോദിക്കും. ഓഡ് എക്സാമിനാണ് ഫസ്റ്റ് ടൈമിലെ പോർഷൻസേ ഉള്ളൂ. ക്രിസ്മസ് എക്സാമിന് ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും ഉള്ളൂ. പക്ഷെ ഇത് മുഴുവൻ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും പഠിച്ചു തീർക്കേണ്ട ആദ്യത്തെ എക്സാം. അതായത് നിങ്ങൾ ഫുൾ ടോപ്പിക് കവർ ചെയ്യാതെയാണ് പോകുന്നതെങ്കിൽ, മോഡൽ എക്സാമിന് ഫുൾ ടോപ്പിക് കവർ ചെയ്യാതെ മക്കൾ പോവുകയാണെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നീടുള്ള എക്സാം നിങ്ങൾക്ക് ഭയങ്കര വിഷമമായിരിക്കും, നിങ്ങൾ പേടിയായിരിക്കും ഇതെങ്ങാനും ടഫായി പോയാൽ. അതുകൊണ്ട് ഇത് ഈസി ആണെങ്കിൽ അടുത്ത എക്സാമിന് ഇവർക്ക് എന്ത് ചെയ്യാം? 15-ാം തീയതി 2 എക്സാം എഴുതി വന്ന നിങ്ങളുടെ സീനിയേഴ്സ് 16-ാം തീയതി തൊട്ടടുത്ത ദിവസം രാവിലെ മാത്തമാറ്റിക്സിന്റെ എക്സാം, അതായത് മാത്സ് പഠിക്കാൻ ഒരു രാത്രിയാണ് അവർക്ക്. ഒരുപക്ഷെ +1 നിങ്ങൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ഒരു ചാപ്റ്റർ മാത്തമാറ്റിക്സ് ആണെന്ന് ഓർക്കുക. +2 നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനുള്ള ചാപ്റ്റർ. പഠിക്കാനുള്ളത് മാത്രമല്ല ഡബിൾ ഇവാലുവേഷനും ട്രിപ്പിൾ ഇവാലുവേഷനും എക്സ്പെക്ട് ചെയ്യുക. കാരണം കീമിൽ ആഡ് ചെയ്യുന്ന എഞ്ചിനീയറിംഗിന്റെ മാർക്കിൽ ആഡ് ചെയ്യുന്നതാണ് മാത്സിന്റെ മാർക്ക്. ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ പോലുള്ള ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉള്ള ഒരു സബ്ജക്ട് കൂടിയാണ് മാത്തമാറ്റിക്സ്. പിന്നീട് അവർക്ക് സാറ്റർഡേയും സൺഡേയും 2 ദിവസം മാത്രമാണ് ലീവ് കിട്ടിയത്. ആൻഡ് മൺഡേ ആഫ്റ്റർനൂൺ സെഷനിൽ ബയോളജിയുടെ എക്സാം ആണ് പിന്നീട് വന്നത്. പിന്നീട് 20-ാം തീയതിയാണ് എക്സാം വരുന്നത് അല്ലെ? തൊട്ടടുത്ത ദിവസം തന്നെ എക്സാം ഉണ്ട്. 20-ാം തീയതി 2 എക്സാം ആണ്. ഫോർനൂൺ ആഫ്റ്റർനൂൺ എക്സാം ഉണ്ട്. ഒരു ദിവസം തന്നെ നിങ്ങൾ 2 എക്സാം എഴുതാണ്ടായിട്ട് വന്നിട്ടുണ്ട്. മോർണിംഗ് സെഷനിൽ ഇംഗ്ലീഷിന്റെ എക്സാം ആണ്. ആഫ്റ്റർനൂൺ സെഷനിൽ വന്നിരിക്കുന്നത് സെക്കൻഡ് ലാംഗ്വേജ് ആണ്. ഹിന്ദി, മലയാളം, ഉറുദു ഏതാണോ നിങ്ങൾ ഒപ്റ്റ് ചെയ്തിരിക്കുന്നത്. 21-ാം തീയതി ലാസ്റ്റ് എക്സാം നമ്മുടെ കെമിസ്ട്രി ആണ്. നമ്മുടെ സ്വന്തം കെമിസ്ട്രി എങ്ങനെ പറയാം? ഫോർനൂൺ ആണ് നടന്നത്. അപ്പോ ഈ പാർട്ട് 2 എഴുതിയിട്ട് സെക്കൻഡ് ലാംഗ്വേജ് എഴുതിയിട്ട് തിരിച്ചു വന്ന ഒരു രാത്രി മാത്രമാണ് കെമിസ്ട്രിയിലെ എല്ലാ ചാപ്റ്റേഴ്സും 10 ചാപ്റ്ററും പഠിക്കാൻ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഓർഗാനിക് കെമിസ്ട്രി ഉണ്ട് എന്നുള്ള കാര്യം മക്കൾ ഓർമ്മ വേണം. ഹൈലി വോളറ്റൈൽ ആണ്, വേപ്പറായി പോകും. വേപ്പറായി പോവാതിരിക്കാൻ എഴുതി പഠിക്കണം ഓർഗാനിക് കെമിസ്ട്രി. അപ്പോ ഇപ്പോഴേ നിങ്ങൾ മോഡൽ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. പ്രാക്ടിക്കലിൽ ഓവറായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യരുത്. പ്രാക്ടിക്കലിന്റെ മാർക്ക് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ അതിനുവേണ്ടി മാത്രം ഒരുപാട് സമയം കൺസ്യൂം. അതായത് പ്രാക്ടിക്കലിന്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് മനസ്സിലാക്കുക. പെട്ടെന്ന് നമുക്കില്ലാത്ത ഓരോ സബ്ജക്റ്റും എങ്ങനെ പഠിക്കണം എന്ന് നോക്കാം. ഫിസിക്സിൽ നിങ്ങൾ ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യണം. കഴിഞ്ഞ തവണത്തെ എക്സാമിൽ ന്യൂമറിക്കൽസ് ആണ് കുട്ടികളെ ഏറ്റവും വലച്ചത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആണ്. അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആണ്. കോൺസെപ്റ്റ് ബേസ്ഡ് ഒരു കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കുക, ബൈഹാർട്ട് ചെയ്യാതെ നന്നായിട്ട് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കുക. അതായത് ന്യൂ പാറ്റേൺ എന്ന് പറയുന്ന സാധനമാണ് ഈ കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അല്ലേ? അതേപോലെ കെമിസ്ട്രി എടുക്കുകയാണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു 50% അല്ലെങ്കിൽ 60% പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും വരുന്നത്. ഒരു 40% ആയിരിക്കും നിങ്ങളെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ. എൻസിഇആർടി ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻസ്, അതായത് കെമിസ്ട്രിയുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ എന്ന് പറഞ്ഞ ഒരു ബോക്സിൽ സൊല്യൂഷൻ
സൊല്യൂഷൻ ഉൾപ്പെടെ കൊടുത്തിരിക്കും. അത് നമ്പർ പോലും മാറാതെ പ്രോബ്ലംസ് അങ്ങനെ അത് ചോദിച്ചു. ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അങ്ങനെ തന്നെ കേട്ടോ, അല്ലെങ്കിൽ ഇപ്പൊ തുടങ്ങിയൊന്നുമല്ല. അത് മുൻപ് വർഷത്തെ എക്സാമുകളിലും 1-2 ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിക്കാറുണ്ട്. ഇപ്പൊ അതിന്റെ എണ്ണം 1-2 കൂടിയെന്ന് മാത്രം. അതേപോലെ മാത്സിൽ മിസ്ലേനിയസ് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഓരോ സബ്ജക്റ്റിനെ കുറിച്ചും അതാത് ഫാക്കൽറ്റീസ്, അതായത് സബ്ജക്റ്റിന്റെ എക്സ്പേർട്സ്. അല്ല, ഇത് നമ്മൾ മാത്സിൽ ഇങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് പറയാൻ കാരണം കഴിഞ്ഞ ഈ ക്രിസ്മസ് എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. അപ്പൊ അത് നന്നായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ മോഡൽ എക്സാമിന് തൽക്കാലം നിങ്ങൾ ഈ ഒരു ടൈം ടേബിൾ ആണെന്ന് കരുതുക. എന്തായാലും ഇതിലധികം ഒരുപാട് സമയം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾക്കറിയാം March 3 എന്ത് സ്റ്റാർട്ട് ചെയ്യും, പബ്ലിക് എക്സാം സ്റ്റാർട്ട് ചെയ്യും. +1 +2 ഒക്കെ 3ഉം 6ഉമായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യും. എങ്ങനെയാലും മോഡൽ എക്സാമിൽ നിങ്ങൾക്ക് 2 ദിവസം മാത്രമേ, ഒരു സാറ്റർഡേ സൺഡേ മാത്രമേ ഫ്രീ ഉണ്ടാവുള്ളൂ. അത് ഏത് സബ്ജക്റ്റിന് കിട്ടും ആ ദിവസം എന്നുള്ളതിൽ മാത്രമേ സംബന്ധിച്ച് ഒരേ ദിവസം കഴിഞ്ഞ വർഷം മോഡൽ എക്സാമിന് ഒരേ ദിവസം ബയോളജിയും കെമിസ്ട്രിയും അങ്ങനെ ടഫ് ആയിട്ടുള്ള സബ്ജക്ട് ഒക്കെ ഒരേ ദിവസം വന്നിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ടൈം ടേബിൾ ആകാതിരിക്കട്ടെ. അറ്റ്ലീസ്റ്റ് ഇങ്ങനെയെങ്കിലും ടൈം ടേബിൾ കിട്ടട്ടെ. കുറച്ചുകൂടി ലിബറൽ ആണ് ടൈം ടേബിൾ. കാരണം ലാസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ ലാസ്റ്റ് വന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഒരു ഫ്രീ ഉണ്ട്. എനിവേ ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്ത് പഠിച്ചു തുടങ്ങുക. ആൻഡ് പുതിയ അപ്ഡേറ്റ്സുമായിട്ട് ടൈം ടേബിൾ അതിനു മുമ്പ് മക്കളോട് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്, എന്തിന്റെ ലാബിന്റെ ലൈവ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അതിനെന്ത് ചെയ്യുക, കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പൊ അപ്ഡേറ്റ്, എല്ലാ അപ്ഡേറ്റും എപ്പോഴാണോ മോഡൽ എക്സാം പബ്ലിഷ് ചെയ്യുന്നത് അതേ സെക്കൻഡിൽ നിങ്ങളുടെ അടുത്തേക്ക് അപ്ഡേറ്റുമായിട്ട് എത്തിയിരിക്കും. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് വെയിറ്റ് ചെയ്തിരിക്കുക. ബൈ.